ഇനി ഏത് സാഹചര്യങ്ങളിലാണ് നമ്മൾ ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്, അത് നിങ്ങളെ ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഉള്ളൊരു സംശയമാണ്, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഒപ്പം ആക്സിലറേഷൻ കൊടുത്താണ് വണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കണോ അതോ പതിയെ കാലയച്ചാൽ മതിയോ? നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ കൺട്രോളിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട സിറ്റുവേഷൻ വരും. നമുക്ക് ഓരോ ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയർ ഇടുന്ന സമയത്തുണ്ടാകുന്ന ജെർക്കിങ്ങും വൈബ്രേഷനും ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ചിൻ്റെ കൺട്രോളിങ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് ഓടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ക്ലച്ചിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതൽ ഉള്ള ക്ലച്ചിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ബാലൻസിങ്ങും ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആകാനായിട്ടുള്ള ടെക്നിക്കുകളും ക്ലച്ച് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു അടിപൊളി വെബ് സീരീസ് പരിചയപ്പെടുത്തി തരാം. യൂട്യൂബിൽ ഇപ്പോൾ ഏകദേശം 10K മേളിൽ വ്യൂസ് വന്നേക്കുന്ന ഒരു വെബ് സീരീസ് ആണ്. അതിൻ്റെ പാർട്ട് 1 ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയായിട്ടാണ് അവർ എടുത്തേക്കുന്നത്. നമുക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് തോന്നും. അതിൻ്റെ ക്യാമറയും വർക്കുകളും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. വെബ് സീരീസിൻ്റെ പേര് കുറുനരിയും ചെന്നായ്ക്കളും എന്നാണ്. മൂവി നെക്സസ് ആണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരാളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും കുറുനരിയും ചെന്നായ്ക്കളും എന്ന് പറയുന്ന മൂവി എടുത്ത മൂവിയുടെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ചിൻ്റെ ഒരു ബാലൻസിങ്ങിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് അയക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ആകുന്നു. ഒറ്റയടിക്ക് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് അയക്കുകയല്ല ചെയ്യുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയെ കാല് അയക്കുമ്പോൾ വാഹനം പതിയെ മുന്നോട്ട് മൂവ് ആയി തുടങ്ങുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് ഏറ്റവും പതുക്കെയാണ് നമ്മളൊരു വാഹനത്തെ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നത്. എന്നാൽ പിന്നീട് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കണോ അതോ വളരെ വേഗത്തിൽ തന്നെ കാല് എടുത്ത് മാറ്റേണ്ടതുണ്ടോ? അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഞാനിത് ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിലാണ് പോകുന്നത്. വീണ്ടും വണ്ടിക്ക് ഫസ്റ്റ് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വരികയാണ്. വീണ്ടും ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. നിങ്ങൾ ഈ സാഹചര്യങ്ങളിലൊക്കെ നോക്കുക, ഞാൻ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലയച്ചത്. അതായത് ഓരോ ഗിയർ നമ്മൾ മുന്നോട്ടിട്ടപ്പോൾ എങ്ങനെയാണ് കാലയച്ചത്? ഒരുപാട് സ്പീഡിലാണോ? അല്ല. എന്നാൽ ഒരുപാട് പതിയാണോ? അല്ല. അപ്പം നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കേണ്ടത് ഒരുപാട് സ്പീഡിലുമാകരുത്, ഒരുപാട് പതിയുമാകരുത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്, എനിക്കിനി തേർഡ് ഗിയർ ഇടേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഇത്തരത്തിൽ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഇപ്പോൾ വണ്ടി നല്ല മൂവ്മെൻറ്റ് നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ ആക്സിലേഷൻ കുറച്ചു. നിങ്ങൾ നോക്കുക, ആക്സിലേഷൻ കുറച്ചു, ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കുവാണ്. അപ്പോഴും വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളിതേ മെല്ലെ തേർഡിലേക്ക് ഇടുന്നു. അതിനുശേഷം നമുക്കിതേ പതിയെ ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ മറ്റൊരു ഗിയറിലേക്ക് ഇടുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും അതോടൊപ്പം തന്നെ ക്ലച്ചൊക്കെ ചവിട്ടുന്ന സമയത്ത് ഒരുപാട് തിടുക്കം കൂട്ടി ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടില്ല. ക്ലച്ചിൽ നിന്ന് കാലയക്കാനും ഒരുപാട് നമ്മൾ തിടുക്കത്തിൽ കാല് എടുത്തു മാറ്റേണ്ടതുമില്ല. കാരണം എന്താണ്, ഓൾറെഡി ആ ഒരു ടൈമിൽ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്ലച്ച് ഒരു പ്രത്യേക ബാലൻസോടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ് ശരിയായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡും അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ തേർഡിൽ പോവുകയാണ്, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിങ്ങിനും ഗിയർ ഷിഫ്റ്റിങ്ങിനും നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇത്തരത്തിൽ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. അതിനുശേഷം നമ്മൾ ഇതേ ക്ലച്ച് ചവിട്ടുന്നു,
ഇപ്പോഴും വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയമൊന്നും വേണ്ട, നമുക്ക് അടുത്ത ഗിയർ ഇടാൻ. അടുത്ത ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് നമ്മൾ സാവധാനം കാലയക്കുന്നു. ഇനി വീണ്ടും ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ക്ലച്ച് ചവിട്ടുക, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, സാവധാനത്തിൽ നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിങ്ങിന് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ചെറിയൊരു മൂവ്മെൻറ്റ് നൽകിയിട്ട് ഓരോ ഗിയറും ഇടുക. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴൊക്കെ ഗിയർ ഇടുന്നോ ആ ഒരു സമയത്ത് മൂവ്മെൻറ്റ് നൽകാറില്ല. ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഒട്ടുമിക്ക തുടക്കക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഫസ്റ്റിലെ വണ്ടി ഇങ്ങനെ എടുക്കും, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഒപ്പം ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്ത് വണ്ടി എടുക്കും. സെക്കൻഡ് ഇടാൻ പറയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഇടും. ഇങ്ങനെ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫസ്റ്റിൽ നിന്ന് നമ്മളിങ്ങനെ ക്ലച്ചിൽ നിന്ന് കാല പതുക്കെ അയച്ച് ആക്സിലേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ആക്സിലേഷൻ ലൈറ്റായിട്ട് കൊടുക്കുക, അതിനുശേഷം ആക്സിലേഷൻ കുറയ്ക്കുക. അപ്പോഴും കണ്ടില്ല വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മെല്ലെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കാല അയച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും, ഒപ്പം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിങ് നടക്കും. ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ഒരു ആക്സിലേഷൻ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ലൈറ്റായിട്ടുള്ള ആക്സിലേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ക്ലച്ച് ചവിട്ടുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് പതിയെ സാവധാനത്തിൽ നമുക്ക് കാലയച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഏത് സാഹചര്യങ്ങളിലാണ് നമ്മൾ ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്, അത് നിങ്ങളെ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെ ഞാൻ ക്ലച്ച് ഹോൾഡിങ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, നമ്മളിവിടെ ചെറിയൊരു കയറ്റത്തിലേക്ക് വരികയാണ്. ചെറിയൊരു കയറ്റമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ വരുന്നു. ഇവിടെ വണ്ടി ഞാൻ മെല്ലെ ഒന്ന് സ്ലോ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുന്നിൽ മറ്റൊരു വണ്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. മുന്നിൽ പോകുന്ന വണ്ടി പതുക്കെ പതുക്കെ നീങ്ങുകയാണ്, കയറ്റമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയും നീങ്ങണം, പുറകിലും മറ്റൊരു വണ്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് ഹോൾഡ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ഓക്കെ, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേന് വണ്ടി മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് വരുന്ന സമയത്ത് ഞാനിതേ ബ്രേക്ക് ഇല്ലാതെ ഈ ഒരു ഭാഗത്ത് ഞാൻ ആക്സിലറേഷനും കൂടെ കുറച്ച് മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, ഞാനിത് ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് പതിയെ വണ്ടിയെ കയറ്റത്ത് നിൽക്കുകയാണ്. ഇത് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത്. അതായത് ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലേഷനിലും ബ്രേക്ക് ഇല്ലാതെ നമ്മളൊരു വാഹനത്തെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് മുന്നിലൊരു വണ്ടി പതുക്കെ മൂവ് ആകുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, പതുക്കെ എൻ്റെ വണ്ടി മൂവ് ആക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ കാലയക്കുന്ന സെയിം ടൈമിൽ ഞാനിവിടെ ആക്സിലേഷനും കൂടെ മുന്നോട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ക്ലച്ചിൽ നിന്ന് വീണ്ടും താഴോട്ട് അമർത്തി കൊടുത്തിട്ട് ആക്സിലേഷൻ ഞാൻ കുറച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് വാഹനത്തെ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്നു. അതായത് ഇപ്പം ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലേഷനിലും ആണ് വണ്ടി നിൽക്കുന്നത്. അതായത് ഒരു ത്രാസിൽ നമ്മൾ ഒരേ വെയിറ്റ് രണ്ടിടത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ത്രാസ് കിടക്കുന്നോ ആ ഒരു മെത്തേഡിലാണ് ഇപ്പം ക്ലച്ചും ആക്സിലേഷനിലും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ഒരു 3-4-5 സെക്കൻഡുകളൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ട സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലച്ചിൻ്റെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ സാധാരണ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് കൺട്രോളിങ്ങിനും ഗിയർ ഷിഫ്റ്റിങ്ങിനും നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും മൂവ്മെൻറ്റിൽ ഓരോ ഗിയർ ഇടുക. അപ്പോൾ ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആക്കുമ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടി മെല്ലെ അടുത്തൊരു ഗിയർ ഇടാം. അതിനുശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയെ സാവധാനത്തിൽ കാലയച്ചാൽ മതി. ഒരുപാട് സ്പീഡിൽ അയക്കേണ്ടതായിട്ടില്ല, കാര്യമില്ല. ഒപ്പം തന്നെ ഒരുപാട് പതുക്കെ അയക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ കാലയച്ചാൽ മതി. വണ്ടിക്കകത്ത് ഒരു തരത്തിലുള്ള ജെർക്കും ഉണ്ടാകത്തില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇത് ക്ലച്ചിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം തന്നെയാണ്. പക്ഷേങ്കിൽ തുടക്കക്കാരെ സംബന്ധിച്ച് അത് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പഠിക്കണം. അതൊരു 4-5 സെക്കൻഡൊക്കെ നമുക്ക് ചില കയറ്റത്തോട് കൂടിയ ജംഗ്ഷനുകളിൽ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ ടേൺ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു റോഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ചിലപ്പോൾ ആ കയറ്റത്ത് ഒരു 3-4-5 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ, അതായത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു ക്ലച്ചിൻ്റെ വൈബ്രേഷൻ, ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ക്ലച്ച് എന്ന് അയച്ച് വരുമ്പോൾ ഒരു വൈബ്രേഷൻ വരുമല്ലോ, ആ ഒരു വൈബ്രേഷൻ പോയിന്റിൽ കൃത്യമായിട്ട്
നമ്മളുടെ ഇടത്തെ കാല് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കൊടുത്തു പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ഒരു കയറ്റത്തിൻ്റെ അളവിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ ഒരു 4-5 സെക്കൻഡ് ക്ലച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ കഴിയും. പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വാഹനം എടുത്തോ അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വണ്ടി എടുക്കാം കഴിയുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പതുക്കെ ആ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ആക്സിലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് മൂവ് ആക്കാനായിട്ട് കഴിയും. ഇത് പ്രത്യേകിച്ച് ചെറിയ ഘോഷയാത്ര പോലെയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.